കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും MCQ മന്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 11. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 12ഓളം നദികൾ ഒഴുകുന്നുണ്ട്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മൂന്നാമത്തെ ചോദ്യമാണ്, പെരിയാറിന്റെ നീളം എത്ര? പെരിയാറിന്റെ നീളം എത്ര? ഓപ്ഷൻ സി 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. നാലാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായവ ഏത്? പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായ വർഷം AD 1341 അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത്, പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കപ്പെട്ട തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. അതും ശരിയാണ്. മൂന്നാമത്തേത്, കേരളത്തിൽ ഏറ്റവും കുറവ് ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. അത് ശരിയാണോ? ശരിയല്ലല്ലേ. ഏറ്റവും കുറവ് ജലവൈദ്യുത പദ്ധതികളല്ല, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. അപ്പോൾ മൂന്നാമത്തേത് തെറ്റാണ്. നാലാമത്തെ നോക്കാം. പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്തിന്റെ ആകെ വിസ്തൃതി 5234 ചതുരശ്ര കിലോമീറ്റർ ആണ്. അത് ശരിയാണോ? അത് ശരിയാണല്ലേ. അതും ശരിയാണ്. അപ്പോൾ മൂന്നാമത്തെ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ആറാമത്തെ ചോദ്യം, ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി കണ്ണാടിപ്പുഴയാണ് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി? ഓപ്ഷൻ സി പമ്പ. എട്ടാമത്തെ ചോദ്യം, കുഞ്ഞാലിമരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? കുഞ്ഞാലിമരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി ചാലിയാർ. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത്? കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി മാഹിപ്പുഴ. മാഹിപ്പുഴയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മയ്യഴിപ്പുഴ. പത്താമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി ഏതാണ്? ഓപ്ഷൻ സി മൂവാറ്റുപുഴയാർ. 11ാമത്തെ ചോദ്യം, തേജസ്വിനി എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ഡി കാര്യങ്കോട് പുഴയാണ് തേജസ്വിനി എന്നറിയപ്പെടുന്ന നദി. 12ാമത്തെ ചോദ്യം, കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? കാസർഗോഡ് ജില്ലയെ U ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി ചന്ദ്രഗിരി പുഴ. 13ാമത്തെ ചോദ്യം, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഓപ്ഷൻ എ അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. 14ാമത്തെ ചോദ്യം, പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഓപ്ഷൻ എ പമ്പ. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ഓപ്ഷൻ സി കുന്തിപ്പുഴ. പെരിയാറും ചാലിയാറൊക്കെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നദിയാണെന്ന കാര്യവും ഓർത്തു വയ്ക്കുക.